ഹായ് ഹലോ. സമയം ഏകദേശം 5:45. ഒരു 2 വർഷത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോവാണ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. പോയിട്ട് വരാം കേട്ടോ. മറയൊക്കെ സെറ്റാണ്. എല്ലാം ഇതിന് നല്ല മഴ ആയതുകൊണ്ട് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വിളിക്കാം കേട്ടോ. ബൈ. പുലർച്ചെ 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 6-6:30 നമ്മുടെ ചുരത്തിലെത്തി. ചുരത്തിലെ വൈബ് നിങ്ങൾക്ക് കാണാം. നല്ല മഴ, കോട, വേറെന്ത് വേണം ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ. കോവിഡ് കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂരിലേക്ക് ഇതുവരെ പോയിട്ടില്ല. 2 വർഷത്തിന് ശേഷമാണ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. സോ അതൊരു ബൈക്ക് ട്രിപ്പ് ആവട്ടെ എന്ന് തന്നെ കരുതി. ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ചായ അത് മസ്റ്റാണ്. നല്ല മഴയും കോടയും ഉള്ളപ്പോൾ ബൈക്ക് ഓടിച്ച് ചുരം കയറി ഒരു ചായ കുടിക്കുന്നതിൻ്റെ സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ചങ്ങലമരം. നമ്മൾ കരിന്തണ്ടനെ ബന്ധിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചങ്ങലമരം. അത് മിഥ്യയോ കഥയോ എന്തോ ആവട്ടെ, പണ്ട് മുതലുള്ളൊരു ശീലമാണ്. ചുരം കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നിർത്തും, പിന്നെ തൊട്ടടുത്തുനിന്നൊരു ചായ. അങ്ങനെ നമ്മൾ മുത്തങ്ങ എത്തി. ഇനി നമുക്കാദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കാട്. സാധാരണ ഈ ഇങ്ങനത്തെ പോലെ ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒരുവിധം സമയത്തൊക്കെ നമ്മൾ ബഷീർക്കാട് കടയിൽ നിന്നാണ്, ഒരു നാടൻ കട, പുള്ളിയുടെ വീടും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടുകൊണ്ട് ഒരു നാടൻ ഭക്ഷണങ്ങളൊക്കെ വെക്കുന്ന നമ്മുടെ ബഷീർക്കാൻ്റെ കടയിൽ നിന്നാണ് കഴിക്കാറ്. തുറന്നിട്ടുണ്ട്. ഇതാണ് ഇക്കാട് നസീറ മെസ്സ്. അതിൻ്റെ പുറകെ തന്നെയാണ് ഇക്കയുടെ വീടും. എന്താ ഉള്ളത് നോക്കട്ടെ. ബഷീർഖാൻ്റെ കടേൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഒക്കെ നല്ല നാടൻ കിടിലൻ ഫുഡുകൾ. എന്നുള്ള പ്രത്യേകിച്ച് ബീഫ് കറിയും മീൻ കറിയും, അത് പുട്ടും കൂട്ടി അല്ലെങ്കിൽ പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിക്കണം. നല്ല ചൂട് പുട്ടും ആവി പറക്കുന്ന ബീഫും അങ്ങോട്ട് ഓർഡർ ചെയ്ത്. ഇല്ല, ഇപ്പം കോവിഡ് കഴിഞ്ഞ ശേഷം ഉള്ളു വിടണം. വല്ലപ്പോഴും മീറ്റിങ്ങിന് പോകാന്നല്ലാതെ. ഇക്ക വിചാരിച്ച പോലെ ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. നമ്മുടെ സാക്ഷാൽ മമ്മൂക്ക വരെ വന്ന് ഫുഡ് കഴിച്ചു പോകുന്ന സ്പോട്ടാണത്. അങ്ങനെ ഇക്കയോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ യാത്ര തുടർന്നു. അതായത് റിട്ടേൺ വരുമ്പോൾ ചായക്ക് ഞാൻ കയറും എന്നൊക്കെ ഞാൻ വരാം കേട്ടോ. ശരി. ഇല്ല, ഞാൻ വൈകിട്ട് നേരത്തെ ഇറങ്ങും. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇക്കൊരു ഉപദേശം തന്നു, രാത്രിയൊക്കെ നിൽക്കണ്ടെന്ന്. കാരണം ഈ വഴിക്ക് രാത്രി യാത്രാതിരോധനം ഉള്ളതും വന്യജീവികളുടെ സാന്നിധ്യവുമാണ്. അവിടെ മുത്തങ്ങ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പ്ലേസാണ് പൊൻകുഴി ക്ഷേത്രം. ഈ പൊൻകുഴിയിൽ എന്താ പറയുക, മരിച്ചു കഴിഞ്ഞാൽ ബലിയിടാനൊക്കെ ഒരുപാട് പേരെത്താറുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ കാണുന്നതാണ് പൊൻകുഴി ക്ഷേത്രം. എന്തോ ഒരു ചടങ്ങ് റിച്വൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് സീതാദേവി ഹനുമാൻ ക്ഷേത്രവും കാണാം. ഇതാണ് പൊൻകുഴി ക്ഷേത്രം. മുത്തങ്ങ കഴിഞ്ഞ് ഒരു 5-6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പാലം കണ്ടോ. ഈ പുഴയുടെ അക്കരയും ഇക്കരയായിട്ടാണ് കർണാടകവും കേരളവും. ഇതാണ് കർണാടകത്തിൻ്റെ ചെക്ക് പോസ്റ്റ്. This is the check post. സൈഡിലൊക്കെ ചിലപ്പം ഒരുപാട് മാനുകളെ സ്പോട്ട് ചെയ്യാറുണ്ട്. പിന്നെ കാട്ടി ഇവിടെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ബൈസൺസൊക്കെ നമ്മുടെ കുട്ട വഴി പോകുമ്പം, മാനന്തവാടി കുട്ട വഴി പോകുമ്പം അവിടെ ഒരുപാട് കാട്ടികളെ സ്പോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ അധികം ആനയാണ്. ആന, മാന്, പിന്നെ ഈടായിട്ട് പറയുന്ന കടുവേനെ ഒരുപാട് സ്പോട്ട് ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ലെറ്റ്സ് സീ, ഭാഗ്യം ഉണ്ടെങ്കിൽ കടുവേനെ കണ്ടാൽ മതി കുറച്ച് ദൂരത്ത് നിന്ന്. അതാണ് ആരോഗ്യത്തിന് നല്ലത്. ഒത്തടിപ്പാതയിലെ താവിയോട്
സോളോ റൈഡ് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് ഒരു പാട്ടും പാടി ആളും ബഹളവും ഇല്ലാതെ തിരക്കില്ലാതെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എൻ്റെ മൈൻഡ് റിലാക്സ് ആവുക. ഒന്ന് ക്രിക്കറ്റ് കളി, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് എത്ര ദൂരം വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇതുപോലെ ബുള്ളറ്റ് ഓടിച്ചു പോകുന്നത്. അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. ഗുണ്ടൽപേട്ട് ഫോറസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി. നമ്മളെ ഓണത്തിന് നമുക്ക് അരിഞ്ഞിടാൻ വേണ്ടിയിട്ടുള്ള പൂവുകളാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை പുലരും കാലൈ പൊഴുതൈ മുഴു. സോ അങ്ങനെ ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ശിവനസമുദ്ര എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക്. ആക്ച്വലി ബാംഗ്ലൂരിലേക്ക് പോകുന്ന റൂട്ട് മൈസൂർ ടച്ച് ചെയ്യാതെ നമ്മൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഇനി ചാമരാജനഗർ വഴി ശിവനസമുദ്ര കണ്ട് മലവള്ളി വഴി കയറി ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു പുതിയ റൂട്ടാണ് ഇന്ന് പോകുന്നത്. സോ ആ കാഴ്ചകളിലേക്ക് പോകാം. ഈ കടന്നു പോകുന്ന ഈ പാലത്തിൻ്റെ ഇടതുവശത്തായി കാണുന്ന ആ കുഞ്ഞു പാലം ഉണ്ടല്ലോ, അതാണ് ചരിത്രപ്രസിദ്ധമായ വെല്ലസ്ലി ബ്രിഡ്ജ്. 19-ാം നൂറ്റാണ്ടിൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാർ കാവേരി നദിക്ക് കുറുകെ പണിത ചരിത്രപ്രസിദ്ധമായ പാലമാണത്. കാവേരി നദിക്ക് കുറുകെയുള്ള ഈ ഒരു പാലം കടന്നു വേണം ശിവനസമുദ്രം എത്താൻ. ഈ ഒരു പാലം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? 90s കിഡ്സിനോടാണ്. തമിഴ് സിനിമകളിൽ നമ്മുടെ ഫേവറേറ്റ് സിനിമ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു സിനിമ ഈ പാലത്തിന് മുകളിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. കാർത്തി അഭിനയിച്ച പയ്യ മൂവിയിലെ ഈ രംഗം ചിത്രീകരിച്ചത് ഈ ബ്രിഡ്ജിനടുത്ത് വെച്ചിട്ടാണ്. കൂടാതെ ചില സോങ് സീക്വൻസും ചിത്രീകരിച്ചത് നമ്മൾ കാണാൻ പോകുന്ന ശിവനസമുദ്രയിൽ വെച്ചാണ്. പാലം കടന്ന് അല്പദൂരം വന്നാൽ നമുക്കൊരു ഫോറസ്റ്റ് എൻട്രി ഫീസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വാട്ടർഫോൾസിനടുത്ത് എത്തുമ്പോൾ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. വണ്ടി പാർക്കിങ്ങിൽ വെച്ച് അല്പ ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫോളിനടുത്തെത്താം. കണ്ടോ, അതിമനോഹരമായ ബ്രെത്ത് വ്യൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു വാട്ടർഫോളാണിത്. ആക്ച്വലി 2 വാട്ടർഫോളാണ്. ഭരചുക്കി, ഗഗൻചുക്കി എന്ന പേരിൽ 2 വാട്ടർഫോൾ. കാവേരി നദി തന്നെ ഡിവൈഡായി 2ആയിട്ട് പതിക്കുന്നതിനെയാണ് അവർ ഗഗൻചുക്കി, ഭരചുക്കി എന്ന 2 വാട്ടർഫോളായി വിളിക്കുന്നത്. അത് അറിയപ്പെടുന്നത് ശിവനസമുദ്ര എന്ന പേരിലാണ്. കണ്ണൂർ, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്നും സ്ഥിരമായി ബാംഗ്ലൂരിലേക്ക് മൈസൂർ വഴി പോകുന്നവരാണെങ്കിൽ ഒന്ന് മാറ്റി പരീക്ഷിക്കാൻ പറ്റിയൊരു കിടിലൻ റൂട്ടാണ് ഗുണ്ടൽപേട്ട്, ചാമരാജനഗർ വഴി മലവള്ളി, ദെൻ ബാംഗ്ലൂർ. വാട്ടർഫോൾ കാണാൻ എത്തുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ അത് ആസ്വദിക്കാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ചെറിയ ഫീസ് അവർ ഈടാക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ലൈക്ക് ബാരിക്കേഡുകൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ എത്ര വലിയ ഫാമിലി തന്നെ വന്നാലും അതിനനുസരിച്ചുള്ള സൗകര്യം നമുക്കിവിടെ കാണാനാകും. അത്രയ്ക്ക് നല്ലൊരു രീതിയിലാണ് അവരിത് ഒരു പാർക്ക് പോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പാർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള പാർക്കിംഗ് സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ബാംഗ്ലൂർ യാത്രയുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് മീ വിൻസെൻ്റ് സൈനിങ് ഓഫ്.